Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് 99 nights ആണ്. അതും നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് the safest base in 99 nights ever. അപ്പോൾ നമ്മൾ നമുക്ക് കേറാം. ഹലോ നമ്മൾ കേറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും ഫൈൻഡിങ് മിസ്സിംഗ് കിഡ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പേസ് ഉണ്ടാക്കുക, ഒരു സേഫസ്റ്റ് എടാ എടാ ലോഗ് വാളില്ലേ അത് എല്ലാരും ഫുഡ് എടുക്കുക, എല്ലാരും ഫുഡ് എടുക്കുക. നിങ്ങൾ ഫുഡ് എടുത്താൽ മതി, ആശം വരുമ്പോ മാത്രം ഫുഡ് എടുത്താൽ മതി. കാശ് എനിക്ക് ലാഗ് അടിക്കണോണ്ട് എന്റെ പറഞ്ഞില്ലല്ലേ ഞാൻ ചിലപ്പോൾ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ PS കളിക്കുന്നത്, പക്ഷെ ഒന്ന് സെറ്റ് ആയിട്ടില്ല. പക്ഷെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് അതിന്റെ നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ ഇതെടുത്തില്ല. വേറെ ലോഗോളിനെ പറ്റി നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, ഫയർ അപ്ഗ്രേഡ് ചെയ്യേ. എനിക്ക് പോയി മറ്റേ ഇത് എടുക്കണം, സ്ക്രാപ്പ് എടുക്കണം. ഓക്കെ ഞാനെന്നാ അപ്ഗ്രേഡ് ചെയ്യാം. പുതിയ അപ്ഡേറ്റ് വന്നായിരുന്നു. ഇതിനകത്ത് വേറൊരു സാധനം കാണുമല്ലോ, അവിടെ വരുന്നത്. ഓക്കെ ഓക്കെ എടാ ഞാൻ ഈ ലാഗ് അടിക്കണോണ്ടേ അത് വേണം. ഞാൻ പോയിട്ട് ഫുഡ് എടുക്കട്ടെ, എനിക്ക് ഇത് ചെയ്യാൻ പറ്റണം. അപ്പൊ സോറി ഒന്നും കൂടെ ഈ പണി ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫയർ ആണെങ്കിൽ ഇതാ പോയി. എടാ ഞാനെന്നാ ലോഗ് ക്രാഫ്റ്റിംഗ് ബെഞ്ചിന്റെ ആളാവാട്ടാ. ഓയിലോ ക്രാഫ്റ്റിംഗ് ബെഞ്ചിന്റെ ആള് ഞാൻ ഫുഡ് ഇനി ഞാനാണെങ്കിൽ പോയി മറ്റേ എടുത്തിട്ട് വരാവേ. അപ്പൊ നമ്മുടെ ബേസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള പണിയൊന്നും ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇങ്ങോട്ട് ഇതാണ് പുതിയൊരു അപ്ഡേറ്റ്. ഇങ്ങോട്ട് വാ. അയ്യോ എന്താടാ യൂസ് ചെയ്ത ടെന്റ് എടുത്തോട്ട് വാ. മാപ്പ് യൂസ് ചെയ്ത ടെന്റ് എടുത്തോട്ട് വാ. നീന അവിടെയാണോ നീ? ഇങ്ങോട്ട് വാ, വേറൊരു സാധനം ഞാൻ നിന്നെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. നീ എവിടെയാടാ? ലെഫ്റ്റ് ഇവിടെ. ഇങ്ങോട്ട് വാ. മേലേക്ക് കേറി എന്റെ മേലേക്ക് കേറി. മേലൊരു ചെസ്റ്റ് ഉണ്ട്. ഒരു നല്ല സാധനം പ്ലീസ്. നല്ലത് എടാ ഞാൻ ഓപ്പൺ ആക്കിക്കോട്ടെ. മൂവ് അല്ലേ എടാ മാർക്കടാ. ഫുഡ് ആരെങ്കിലും ഫുഡ് എടുക്കാൻ ജോബിൽ കയറുമോ? എടാ ഫുഡും കൂടെ എടുക്കണോടാ ആരെങ്കിലും? ഫുഡ് ഉണ്ടല്ലോ ചിക്കൻ മട്ടൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലോഗ് വാള്. നമ്മുടെ ഇത് ട്രേഡർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഇത് കൊടുക്കാം. ട്രേഡ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇത് പാടാട്ടാ ഫോണിൽ കളിക്കാൻ. അവിടെ എനിക്ക് മറ്റേത് ഫൈനലായി. ഞാനെന്താ സ്പ്രിന്റ് ചെയ്യുന്നേ? ഇത്
ഇതാരുടെ കണ്ടുപോലുമില്ല. ആരെങ്കിലും മറ്റേ വുഡ് ഫുള്ള് ഇതാക്കെ, അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. എടുക്കോടാ അല്ല ഞാൻ സ്ക്രാപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് മറ്റേ കോമ്പസ് അല്ലെങ്കിൽ ഷെൽഫ് ഉണ്ടാക്കണോ? ഓൾട്ട് ഫ്ലാഷ് ലൈറ്റ് എടുക്കണോ അതോ ഗുഡ് സാക്ക് എടുക്കണോ? എനിക്ക് ഓൾറെഡി ഗുഡ് ആക്സ് ഉണ്ട്. ഏതെടുക്കണ്ടേ? എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാം. അതേതായാലോ ഞാൻ അതിന് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഗുഡ് സാക്ക് ഉണ്ടാക്കിയേ. എല്ലാവർക്കും ആവശ്യം വരുമ്പോ അവരവര് തന്നെ ഫുഡ് കൊടുക്കട്ടെ. അങ്ങനെയുണ്ട്. അത് തന്നെയാ. പക്ഷെ നമുക്ക് ജുവാന് മാത്രം നമുക്ക് എടുത്തു കൊടുക്കാം. കാരണം അവനാണ് മറ്റേ വുഡൊക്കെ. പറഞ്ഞ പക്ഷെ നമ്മളവിടെ പോയി അതെ അവിടെ ആയിട്ട് കാണിക്കണ്ടേ. അപ്പൊ അവിടെ ആയിട്ട് നമുക്ക് ഓ ഇവിടെ ആയിട്ട് ഗുഡ് ആക്സ് എന്റെ ഗുഡ് ആക്സില് എന്റെ ഗുഡ് ആക്സ് ഉണ്ട്. പക്ഷെ എനിക്കത് എങ്ങനെ തരണ്ടേന്ന് അറിയില്ല ഇനി. എനിക്കും കൂടെ തുറക്കണോണ്ട് നീ എനിക്കിത് ഇത് ഇതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. എനിക്ക് റിവോൾവറൊക്കെയാണ് റിവോൾവർ. ഞാൻ ദേവന് അയ്യോ എനിക്ക് ഉറപ്പുവേണായിരുന്നു. അപ്പൊ ഇത്രയും നമ്മുടെ പ്രോഗ്രസ് ഒക്കെ ഇത്രയായി. എടാ വേറെ ആരെങ്കിലും വുഡ് എടുക്കോടാ? ഞാൻ മെറ്റല് കളക്കിയാന്നാ. എടാ അപ്പു നീയാണ് വുഡ് എടുക്കുന്നേ? അപ്പൊ ആരാണ് മെറ്റൽ എടുക്കുന്നേ? അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, മറ്റേ കിഡിനെ ഒക്കെ രക്ഷിക്കാം. ഒരാള് ക്രാഫ്റ്റിംഗ് ബെഞ്ച്, ഒരാള് വുഡ്, ഒരാള് മറ്റേ മെറ്റല്. പിന്നീട് ഫുഡ് ആണെങ്കിൽ എല്ലാരും കൂടെ അവർക്ക് ആവശ്യം വരുമ്പോ അവര് തന്നെ എടുത്ത് തിന്നും. ഞാൻ ആരെ ക്രാഫ്റ്റിംഗ് ബെഞ്ചിൽ നിൽക്കാൻ പോണേ? എടാ നീ വുഡ് എടുക്കുവാണെങ്കിലേ നീ ഇതിൻ്റെ അകത്തും കൂടെ പകുതി ഇടണേ, മറ്റേ ഫയറില്. ഞാനാണെങ്കിൽ ക്രാഫ്റ്റിംഗ് ബെഞ്ച് നിൽക്കാം. അപ്പൊ നീ ആണെങ്കിൽ മറ്റേ ഇത് ചെയ്യ്. ചെയ്യുന്നത് ജുവാന. ഞാനാണെങ്കിൽ ക്രാഫ്റ്റിംഗ് ബെഞ്ചില്, പിന്നീട് അപ്പു നീ ആണെങ്കിൽ മറ്റേ എന്താണ് ഇത് മറ്റേ പേരെന്താ, നീ ആണെങ്കിൽ മെറ്റല്. ഞാൻ കുറച്ച് ഫുഡ് എടുക്കട്ടെ, എനിക്ക് ഫുഡ് വേണം. എടാ മറ്റേ ജുവാന് വേണ്ടി വരും. എന്നാലും ഞാൻ ഫുഡ് എടുക്കുമല്ലേ. എടാ ബണ്ണി ഫുഡ് വേണോടാ? ബണ്ണി ഫുഡ് ആരെങ്കിലും വേണോ? ഇനി എന്തായാലും ട്രെയിനർ പോയി. നമ്മുടെ ഫയർ പ്ലേസിന്റെ അങ്ങോട്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് ഇട്ടേക്കെ, ഞാൻ എടുത്തോളാം. ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ജുവാൻ അവിടെ അവിടെ വെച്ചേക്കില്ല, ആ വേറെ സ്ഥലത്താ. കോൾ എനിക്ക് ഇങ്ങോട്ട് മറ്റേ തീരെ സാധനം എടുത്തുകൊണ്ട് ഇതിനകത്ത് കൊണ്ടിട്ട് ടൂർണം കൂടെ ഉണ്ടോ?
ബെഞ്ച് ചെയ്യുന്നത്? ആകെ 8. എടാ ആരെങ്കിലും 10 വുഡ് എടുക്കാൻ പറ്റും? എനിക്ക് പറ്റിയ എത്രയാ വേണ്ടേ? ഒരു ഫാർം അതിന് 10 വേണം, അതെനിക്കറിയാം. അതുണ്ടാക്കാൻ എനിക്ക് 10 വേണം. എടാ ഇപ്പൊ എന്താ ഒന്നായത്? ആരാ എന്തെങ്കിലും ഉണ്ടാക്കിയാ? അതുണ്ടാക്കിയില്ലേ? ഞാനാടാ ഗൈസ്, ഞാനാണ് മറ്റേ ക്രാഫ്റ്റിംഗ് ബെഞ്ച്. എല്ലാരും അവരുടെ ജോബ് കൂടും, അല്ലെങ്കിൽ നമ്മൾ ടൈം 20 ഫ്ലവറോ? ചില്ലി സീഡ് എനിക്കില്ല, സോറി. ഞാൻ ഇത് നോക്കുന്നില്ല. ഞാൻ നോക്കണം. ഞാനും മറ്റേ ചെസ്റ്റ് മറ്റേ ക്രാഫ്റ്റിംഗ് ബെഞ്ച് ചെയ്യുന്ന ആളാ. ആരെങ്കിലും വേണോ ഗുഡ് സാക്ക്? ജോൺ നിനക്ക് വേണ്ടേ സാക്ക്? ഇവിടെ വെച്ചേക്കാട്ടുന്നു. അവിടെ നിന്റെ പുറകെ എടുക്ക്. എനിക്ക് ഓൾറെഡി ഉണ്ട്. എടാ എല്ലാരും തിരിച്ചു പോവാ, നിങ്ങൾ ചാവും. ഞാനെത്തി. നമ്മള് ബേസ് ഡിഫൻസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ദ ബെസ്റ്റ് ഡിഫൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് എന്താണ് ബെഞ്ചിൽ ഇരിക്കുന്ന ആള്. നിങ്ങൾ വുഡ് ഇട്ട് തന്നാ മതി. എന്നെ കൊണ്ട് ചെയ്യടാ, ഞാൻ ചെയ്തോളാം ക്രാഫ്റ്റിംഗ് ബെഞ്ച്. ഈ സാധനം എന്തിനാണ് ഇവിടെ കൊണ്ടുപോയി വെച്ചേ? അതിങ്ങനെ ഇതിന്റെ മുകളിലോട്ടൊന്ന് കേറുന്നുണ്ട്. ഞാനത് ഇങ്ങോട്ടിടാന്ന് വിചാരിച്ചെടുത്തു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ പോകുമ്പോ നിങ്ങളാണെങ്കിൽ മറ്റേ ഇത് ചെയ്യും, മറ്റേ വേറെ നിങ്ങൾ ഉണ്ടാക്കാം അപ്പത്തേക്കും. എടാ ആരെങ്കിലും എനിക്ക് 2 ഫുഡും കൂടെ ആരെങ്കിലും തരുമോ? 2 ഫുഡ് എനിക്ക് വേണം. 2 ഫുഡ് വേണം. ഇവിടുന്ന് ഞാൻ എടുത്തോളാം. ഞാനാണ് ഫുഡൊക്കെ നോക്കുന്നു. എടാ സംതിങ് ഈവിൾ ഈസ് അപ്രോച്ചിങ്. എടാ എല്ലാവരും ഫുഡ് എടുക്കടാ. ഉണ്ടാക്കോട്ടോ. ഞാൻ ഇവിടെ വെക്കാം. വേറെ ഒരെണ്ണം ഉണ്ടാക്കാം. എടാ സംതിങ് ഈവിൽ നമ്മൾ മറക്കണ്ട. എടാ രാത്രിയാകുമ്പോ നീ ആണെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മുടെ മറ്റേ AFK ബേസിന്റെ അകത്തോട്ട് വാ. എന്താ പറ്റുന്നേ നോക്കാം. എടാ പോടാ, ഇത്രയും ചെയ്തതല്ലേ. ഇവിടെ ക്യാമ്പ് ഫയറിൽ ഉണ്ടാവും ഇവിടെ, അതാകുമ്പോ അത് റിസ്ക് ആണ്. എടാ നിനക്ക് 5 മെറ്റൽ ഉണ്ടോ നിനക്ക്? നീയല്ലേ മെറ്റൽ എടുക്കുന്നത്? ഞാൻ എടുത്തിട്ട് വരുമോ? എനിക്കാണെങ്കിൽ മറ്റേ എന്താണ് സൺഡയൽ ഉണ്ടാക്കണം. കൊടുത്തി
മെയിൻ ഐറ്റം ലോഗോളാ എന്നാ അതിന് 12 എണ്ണം വേണമെങ്കിൽ അത് ഓക്കെ ഞാൻ എടുത്തിട്ട് 12 കൂട്ടി സ്ക്രാപ്പ് ഉണ്ടാക്കിയിട്ട് മറ്റേ ഷെൽഫ് കൊണ്ടുപോയി മറ്റേ കറക്കി വെക്കണത് ആ അങ്ങനായിരിക്കും ഉണ്ടാക്കാം നമുക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ച് 2 എന്തൊക്കെയാ വേണ്ടേ 3 ഉണ്ടാക്കാം നമുക്ക് ഓൾറെഡി ഉണ്ടാക്കി ഉണ്ടാക്കാന്ന് എവിടെ എന്തൊക്കെയാ എന്റെ ഒരു 16 കിട്ടും 10 കുട്ടി ഞാൻ പറയാ ഞാൻ ഒരു ലോഗോ ഉണ്ടാക്കുവാണേ എടാ അത് വേണം 15 വുഡും 10 മെറ്റലും വേണം നമുക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടാക്കാൻ ഇനി മറ്റേ വലിയതുണ്ടാക്കാം ഫാം കുറച്ചുകൂടെ ഫുഡ് കൂടുതലായിട്ട് കിട്ടണ്ടേ ചെയ്ത് വെച്ചതാടാ എടാ അങ്ങനെയൊന്നും ചെയ്യുന്ന ഇത് പോയി കഴിഞ്ഞാൽ പണി വാളും ഇതെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ പണി വാളും അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട ഞാൻ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല ഓക്കെ ഓക്കെ എടാ ഇതിന്റെ ഉള്ളിൽ കയറണ്ട അവന്മാര് വന്ന് വല്ല അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ നമുക്ക് ഞാൻ ഉണ്ടാക്കിയ പേജിനകത്തോട്ട് കയറി നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഞാനതിന് മേളിൽ കയറിന്നോളാം എന്റെ റിവോൾവർ ഉണ്ട് അവിടെ മേടിക്കണ്ട അവിടെ റെഡി അല്ല എല്ലാരും തിരിച്ചോ ഇവിടെ ഉണ്ടോ ഞാൻ ചവിട നന്നായിട്ട് കുറവായിരുന്നു ചത്താനിന്ന് പറയാം ചത്താനി പ്രകാശ് നമ്മളാണ് ഈ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞു നീ നമുക്ക് ഇനിയും ഉണ്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ച് 3 വേണം അതിന് വേണ്ടത് 15 വുഡാണ് 10 മെറ്റൽ ഇപ്പൊ 9 മെറ്റലുണ്ട് 9 ആരും യൂസ് ചെയ്യേ നിന്റെ 15 അന്ന് എടാ മറ്റേ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ രക്ഷിക്കുന്നില്ല കേട്ടോ ചിലപ്പോ രക്ഷിക്കും ടൈം വേഗം പോവാം പക്ഷെ നമ്മള് ഫസ്റ്റ് ഉണ്ട് നമ്മൾ ബേസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് നല്ലൊരു സാക്ക് കിട്ടി ഞാൻ മറ്റേ തിങ്ങില്ലേ നമ്മളിന്ന് അറ്റാക്ക് വന്നവന്റെ കയ്യിൽ ഒരു ക്രോസ് ബോക്ക കൊറേ പേര് ലെഫ്റ്റാ നമുക്ക് ഫയർ ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നേ ഞാൻ ഇന്നും ഉള്ളിക്കേറ്
അപ്പുറത്ത് അവിടെ നിന്ന് കിട്ടിയതാണല്ലേ. അപ്പൊ എനിക്ക് ഇനി എന്തൊക്കെ നമുക്ക് എടാ മറ്റേ നമുക്ക് ക്രോക്ക് പോട്ട് ഉണ്ടാക്കാൻ നോക്കടാ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഫാമിന്റെ ഇല്ലേ ഇതിന്റെ മേലിൽ കൊണ്ടുപോയി വെക്കട്ടാ. ക്യാരറ്റ് സ്റ്റൂ ഇല്ലേ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിക്കോളും. അത് വളരുമ്പോ അതിന്റെ ഉള്ളിൽ കയറിക്കോളും. ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണം. അല്ലാതെ അതാകുമ്പോ നമുക്കൊന്നും ചെയ്യണ്ട. നമുക്ക് ജസ്റ്റ് വരുവാണെങ്കിൽ എടുത്തിട്ട് പോവാം. റഡാറൊക്കെ ഉണ്ടാക്കാൻ പറ്റൂലേ? എനിക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ച് 4 ഉണ്ടാക്കണമെന്നേ. അതിൻ്റെ അകത്ത് ടെലിപ്പോർട്ടർ ഉണ്ട്. ഞാനാണെങ്കിൽ ഒരു ഫുഡ് എല്ലാം എടുക്കുവോ? റിവോൾവർ തരുവാണോ? എൻ്റെ ഉണ്ട്. എന്താ വേണോ? ആ ഉണ്ടെങ്കിൽ തരൂ. ഒന്നങ്ങോട്ട് വാ. എനിക്ക് അതിന് അത്രയ്ക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് വന്നാ 6 എണ്ണം ഉണ്ട്. ഞാൻ കുറെ എണ്ണം വേസ്റ്റ് ചെയ്ത എന്താ വെച്ചാ ഇറ്റിയാ നോക്കിട്ട് എന്റെ എയിം ബാഡാ. ബാക്കിയൊരു ഷെൽഫ് ബാക്കിയുണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണം? ഈ ക്രോക്ക് പോട്ടിന് നമുക്ക് എത്ര വേണം? ക്രോക്ക് പോട്ട് ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാരും ഒന്ന് നോക്കിയേ. ഈ ഒരു ഫാമിന്റെ മേലിൽ കൊണ്ട് വെക്കും. ഇത് വളരുമ്പോഴില്ലേ ആ ക്യാരറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഉള്ളിൽ വെച്ചോളും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് എടുത്താൽ മതിന്നേ ഫുഡ്. അതാകുമ്പോ നമുക്ക് ഉണ്ടാവും. പിന്നെ ഫുഡിനെ കുറിച്ച് പേടിക്കണ്ട. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. നമുക്ക് ക്രോക്ക് പോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് പോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് മറ്റേ ബൂസ്റ്റ് പാഡ് അല്ലെങ്കിൽ മറ്റേ റഡാർ ഉണ്ടാക്കാം. ആരെങ്കിലും സൺഡേയിൽ ഉണ്ടാക്കണോ? നീയല്ലേ മെറ്റൽ എടുക്കുന്ന? അപ്പൊ മെറ്റൽ എടുത്തോണ്ട് വന്നെ നാളെ. എന്റെ മറ്റേ ഇതില്ല, ടോർച്ച് ഉണ്ട്. ഇപ്പൊ യൂസ് ചെയ്യരുത് ലൈറ്റ്. ട്രീസ് പ്ലാന്റ് ചെയ്യുമ്പോഴേ ഇതിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കട്ടോ. ഓരോന്നത്തിന്റെ അടുത്ത്. അതാകുമ്പോ വെട്ടുമ്പോഴേ ഈസി ആയിക്കോളും. എടാ നമ്മളെ ക്രോക്ക് പോട്ട് ഉണ്ടാക്കാൻ നോക്കട്ടോ. നീ എല്ലാം എടുത്തു. എടാ ക്രോക്ക് പോട്ടിന് 10 മെറ്റല് പിന്നീട് 15 വുഡ്. എടാ ജുവാന് എനിക്ക് 4 വുഡും കൂടെ മതി. പിന്നീട് അപ്പു എനിക്കാണെങ്കിൽ ഇനിയും കുറെ വേണം. എനിക്കാണെങ്കിൽ ഇപ്പൊ 8 മെറ്റലും കൂടെ വേണം. ഇവിടെ അപ്പു മെറ്റൽ എടുത്തോണ്ട് പോവാ എല്ലാരും. ആ ഞാൻ കൊണ്ടുവരാം. കുറച്ച് കഴിയുമ്പോ കൊണ്ടുവരാം. കാരണം കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നിന്റെ അടുത്ത് ഈ പുള്ളിനെ കണ്ടോ? നമുക്ക് ഇവനെ തട്ടിയാലോ? എന്നാ നമുക്ക് ഒരു ഗുഡ്സ് ഇവനെ തട്ടിയാലോ? അവനെ കണ്ടോ? ഒരുത്തൻ ഗണ്ണും പിടിച്ചിരിക്കുന്നേ. അവനെ തട്ടിയാലോ? ചെയ്തോ. എടാ എനിക്ക് മറ്റേ വുഡൊക്കെ വേണം. എടാ ഞാനേ ജുവാന് നീ എവിടെയാടാ? എടാ ജുവാന് നമുക്ക് ഇവിടെ ഫുഡ് വേണോടാ. ഇവിടെ വുഡ് വേണം. വുഡ് നിങ്ങൾ എവിടെയായി? ഞാൻ ചെലപ്പോ എന്തോ കണ്ടുപിടിച്ചു. ഞാനും വേറെന്തോ സ്ഥലം കണ്ടുപിടിച്ചേ. നിങ്ങൾ ഇവിടെയാണോ? ഞാനൊന്ന് ഇത് ഓപ്പൺ ചെയ്യട്ടെ. ഞാനാണെങ്കിൽ ഇത് ഉള്ളിൽ കയറ്റിട്ടേ കള പൊട്ടാൻ ചെയ്യാം. അതെനിക്കറിയില്ല. ഇല്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഞാൻ ഓർത്തില്ലാതെ. എടാ എനിക്ക് ബാൻഡേജസ് കിട്ടിയ ഒരെണ്ണം ബാൻഡേജ് കുഴപ്പമില്ല.
എടാ എനിക്ക് മറ്റേ ഫാം പ്ലോട്ട് അല്ല മറ്റേ ക്രോക്ക് പോട്ട് ഉണ്ടാക്കാൻ എനിക്ക് ഇത് വേണ്ടേ? ആരെങ്കിലും ഒന്ന് എടുത്തു തരൂ. അപ്പു അന്ന് ഞാൻ ഉണ്ടാക്കട്ടെ. ഞാൻ ഉണ്ടാക്കുക. നെറ്റ് പോയോ? നെറ്റ് പോയോടാ? അവിടെ ഇന്നലെടാ നെറ്റ് അറ്റാക്കിന്ന്. അത് നാളെയാണോ? ഉണ്ടാക്കിയിട്ടുണ്ടേ. മാർക്കേ ഇതിന്റെ മേളിലേക്കോ? വെച്ചിട്ടുണ്ടേ. അതിൻ്റെ അകത്ത് നമ്മളില്ലേ ഈ ഫുഡ് എടുത്തിട്ടേ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. കാശ് അപ്പൊ ആൻഡ്രോയുടെ നെറ്റ് പോയിട്ടുണ്ട്. മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവായിരുന്നു അറിയാതെ. ഞാൻ മറ്റേ ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളോടത്ത് നിന്റെ നെറ്റ് പോയി. പക്ഷെ നീ എങ്ങനെ കളിക്കണേന്ന്? എടാ ഈ ആമോ എടാ നമ്മുടെ ക്രാഫ്റ്റിംഗ് ബെഞ്ച് 4 എത്തുവാണെങ്കിലേ ആമോ ക്രിയേറ്റ് ഉണ്ടാക്കാന്നേ. ആമോ ക്രിയേറ്റ് ബൈ ആമോ വിത്ത് സ്ക്രാപ്സ് വെച്ചിട്ട് ഓ യാ എടാ 4 വരെ പോണോടാ. ഓയിൽ ഡ്രില്ല് ഉണ്ടാക്കുവാണെങ്കിലേ ഇവിടെ ആയിട്ട് നേരെ ഇങ്ങനെ വെക്കുവാണെങ്കിലേ മറ്റേ നേരെ ഓട്ടോമാറ്റിക്കലി ഫയറിലേക്ക് വെക്കോളും. അതാകുമ്പോ ഫയറിനെ കുറിച്ച് കയറി നോക്കണ്ട. പക്ഷെ ഞാൻ കളിക്കാൻ വേണ്ടിട്ട് 27 minutes ആയി. എന്തുകൊണ്ടാണ് മറ്റേ ഇതൊന്നും കേട്ടിന് നശിക്കുന്നില്ല. ബെഡൊന്നും ഉണ്ടാക്കാത്തോണ്ടൊക്കെ. ബാൻഡേജ് ഉണ്ട്. ആരെങ്കിലും ചത്താലൊന്നും കുഴപ്പമില്ല. അത് ചുവാൻ നോക്കിക്കോളൂല്ലേ. അവിടെ നീയല്ലടാ മറ്റേ ഫുഡ് എടുക്കുന്നത്. അവിടെ ഞാൻ ക്രാഫ്റ്റിംഗ് ബെഞ്ച് അല്ലേ. ഞാനാണെങ്കിൽ മറന്നുപോയി. ഞാനാണെങ്കിൽ അവിടെയല്ലേ ഇരിക്കണ്ടേ. നമ്മുടെ ബേസ് ആണ് നല്ലതായിട്ടുണ്ട്. എടാ എന്റെ ഫുഡ് വേണോ? ഫുഡ് വേണം. ഫുഡ് ഉണ്ടാക്കി പറ്റാണ് അത്രയും ലോഗോകൾ ഉണ്ടാക്കും. മറ്റേ ഡിഫൻസ് ഉണ്ടാക്കുമല്ലോ. മറ്റേ നമ്മൾ ഡിഫൻസ് എന്ന് പറഞ്ഞോണ്ട് ഇതുവരെ ഡിഫൻസ് ഉണ്ടാക്കിയില്ല. അത്രയും ഡിഫൻസ് ഇല്ല നമുക്ക്. അപ്പൊ ലെവൽ 4 അത് നമുക്ക് ഫയറിലേക്ക് നീക്കി വെച്ചാൽ മതി. അതാകുമ്പോ അത് ഓട്ടോമാറ്റിക്കലി ഫയറിൽ ഇതായിക്കോളും. അവിടെ എനിക്ക് ഫുഡ് വേണം. എനിക്കൊരു സാധനം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കണം. ഞാനൊരു 3 ക്യാരക്ടർ കുക്ക് ചെയ്യാതിട്ടാ. അവിടെ നിങ്ങളില്ലേ നിങ്ങൾ ഗായ്സ് നിങ്ങളില്ലേ 3 ഇതിട്ടാ മതി. അപ്പൊ ഗായ്സ് നമുക്ക് കുറച്ചടാ ഈ ട്രാപ്പ് ആരാണ് കൊണ്ട് വെക്കുന്നത്? ഈ ട്രാപ്പിലാണ് ട്രാപ്പ് ചെയ്യണം.
ട്രാപ്പ് ചെയ്യേണ്ടത്. അവിടെ 2 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യണ്ടേ. അവിടെ 1 മിനിറ്റ് 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം. അത് എടാ ജോണി നീ എന്തേ ട്രാപ്പ് ഇത് ചെയ്യല്ലടാ പൂ. ട്രാപ്പ് ആരെങ്കിലും ഇതാവും. അവിടെ ട്രാപ്പ് ഒന്നും ചെയ്യണ്ട. ട്രാപ്പ് അവിടെ തന്നെ അങ്ങനെ നിൽക്കട്ടെ. ആ ഡിഫറൻസിനല്ലേ അത് അവിടെ വെക്കണ്ട. ഈ സ്റ്റോറേജ് റൂം മര്യാദക്ക് വെച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്. എടാ നമുക്ക് മറ്റേ എടാ ക്രാഫ്റ്റിംഗ് ബെഞ്ച് 4 ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഓയിൽ ട്രിഗിൽ ഉണ്ടാക്കണം. അതെനിക്കറിയാം. നമുക്ക് ഇങ്ങോട്ട് ഇവിടെ വെക്കുവാണെങ്കിൽ അത് അങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കുവാണെങ്കിൽ എന്താണ് ഫയർ നോക്കണ്ട. ഇത്രയും ബേസ് സീനാണോ? പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് ഈ ഒരു വാളിന്റെ സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വെക്ക്. മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് മാറ്റാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ഇത് നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് 30 മിനിറ്റ്സിന് മേളിലായിട്ടാ. ഇത് ചിലപ്പോൾ 1 മണിക്കൂറിന് മേലുണ്ടാവും ഗൈസ്. എന്താ വെച്ചാൽ ഇതൊരു ഡിഫൻസ് ഒക്കെയാണ്. ഇത് ഒരുമിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഇത് കിട്ടും. കണ്ടോ എത്ര കിട്ടും. രക്ഷിക്കാത്തോണ്ടാ. ഞാൻ ചേട്ടാ പെട്ടെന്ന് പോയി. നിങ്ങൾ കളിച്ചോണേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പൊ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ പാർട്ട് 2 ഡിഫൻസിന്റെ പാർട്ട് 2 വന്നതായിരിക്കും. അപ്പൊ അതിരുന്ന് കാണുക. അപ്പൊ എൻ്റെ എല്ലാ വീഡിയോ ഇരുന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പീസ്.